ചൂണ്ടിടാൻ പോണേണ് നമ്മുടെ അവിടുത്തെ പുഴയിൽ. അപ്പം ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ്. ചെറിയ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വരണ വ്ളോഗിൽ അതൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നതാണ്. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ ചൂണ്ടിടാൻ പോണത്. മഴയൊക്കെ കാരണം ഇവിടെയൊക്കെ ചെളിയൊക്കെ കിടക്കുകയാണ്. മീനുണ്ടാകുന്നു നമുക്കറിയില്ല, പോയി നോക്കാം. നമ്മൾ ഇപ്പം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നടന്ന് തന്നെയാണ്, ചെറിയ കൂടെ ഒക്കെ നടന്ന് നമ്മൾ ചൂണ്ടിടാൻ തന്നെയാണ്. അപ്പം നമ്മുടെ ഇത് ഒരു വീട്, ഇവിടെ ഒരു വീട് കണ്ട, ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കല്യാണം കഴിഞ്ഞിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്, ചൂണ്ടിടാനൊക്കെ വന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഇവിടെ ഞാൻ ഇങ്ങനെ വന്നപ്പോൾ ഒരു വീട് കണ്ടു. എന്താ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് തന്നെ. ചൂണ്ടിടാൻ പോകാമെന്ന് എപ്പോഴും ഹസ്ബൻഡ് പറയും, പക്ഷെ നമ്മൾ വരാറില്ല. ഇവിടെ ഒക്കെ ചെളിയൊക്കെയാണ്, ഇപ്പം മഴ പെയ്ത് വെള്ളമൊക്കെ കയറി ചെളിയൊക്കെയാണ്. അങ്ങനെ അപ്പം നമ്മൾ ചൂണ്ട സ്പോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ സ്ഥലത്താണ് നിൽക്കണത്. അപ്പം ഞാനും ചേട്ടനും എൻ്റെ അനിയത്തിയും കൂടിയാണ് വന്നേക്കണത് നമ്മൾ ചൂണ്ടിടാനായിട്ട്. അപ്പം നമ്മൾ ഇവിടെ ഈ ഒരു വളവിലാണ് നമ്മൾ ഇപ്പം നിൽക്കണത്. ഇവിടെ നിന്നാണ് നമ്മൾ ചൂണ്ടിടാൻ പോണത്. നമ്മൾ ചെമ്മീനാണ് ഏറിടാൻ പോണത്. ഇങ്ങനെ ഞാനും ചൂണ്ടയൊക്കെ ഇടും. ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ ഞാൻ ചൂണ്ടിടാറുണ്ട്. ഇപ്പം ഫസ്റ്റ് ഇടാൻ പോണത് ചേട്ടനാണ് കേട്ടോ. ചൂണ്ടി നമ്മൾ ഇവിടെയാണ് സ്പോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കണ സ്ഥലം. ചൂണ്ടിട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ സമയം 1 മണിയായി. ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് സ്പോട്ട് ചെയ്യണേന്ന്. അപ്പൊ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക, വെള്ളം ഒഴുക്കാൻ ഇപ്പൊ ഏറ്റവും കയറിക്കൊണ്ടിരിക്കണ സമയമാണിത്. മീനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അവിടെ ഇട്ടിട്ടൊന്നും കിട്ടിയില്ല. അപ്പൊ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകണേനായിട്ടാ ഗൈസ്. ഇത് നോക്കി കഴിഞ്ഞാൽ ചുറ്റും ഒരു കാടൊക്കെ പോലെയാണ്. ഇതൊക്കെ ഇതൊരു തെങ്ങിൻ തോപ്പല്ല, ഇങ്ങനെ രണ്ടു വശത്തും ഈ ചെറിയുടെ അപ്പുറത്തിപ്പുറത്തും തെങ്ങൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലം. ബാക്കിൽ അവരൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വരുന്നത് ഗോയ്സ്. ഇതിപ്പോൾ നമ്മുടെ അവിടെയുള്ള ഒരു സ്ഥലമാണെന്ന് പറയൂല കേട്ടാ. ഓക്കെ, നമ്മളിങ്ങനൊരു തൂമ്പിലാണ് ഇടാൻ പോണത്. അതായത് ഈ കെട്ടൊക്കെ മീന് വെള്ളം കയറ്റണതും ഇറക്കണതും അങ്ങനത്തെ ഉള്ള സ്ഥലം അപ്പം നമ്മൾ ആ തൂമ്പിലെത്തിയിട്ട് ചെറിയ ഷെഡൊക്കെ ഉണ്ട് അവിടെ. അപ്പം അങ്ങനെ വെയിലുണ്ട് ഇന്ന്. കണ്ട, ഇവിടെ ഒരു വഞ്ചിയൊക്കെ കിടപ്പുണ്ട്. കണ്ട, വഞ്ചി ഇവിടെ തൂമ്പ് തുറന്നേക്കണ, അതായത് വെള്ളം കയറ്റാണ് തൂമ്പിലോട്ട്. കണ്ട, നമ്മളെത്തി. നമ്മളിപ്പോൾ അപ്പുറ കരയിൽ നിന്ന് ഇപ്പുറ കരയിലോട്ട് വന്ന ഒരു ഇതാണ് തൂമ്പ്. അതാണ് മറ്റേ നീർക്കാക്ക മീൻ പിടിക്കണേണ്. എന്താ വെള്ളം അതായത് ഇത് ഒരു പുഴയുടെ ഒരു ചാലാണിത്, പുഴയുടെ ചാല്. അതിൽ നിന്ന് വെള്ളം നമ്മളിങ്ങനെ കെട്ടിലോട്ട്, ഈ തൂമ്പ് വഴി കെട്ടിലോട്ട്. കണ്ട, ഇത് മീൻ കൃഷി നടത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഒരു വഞ്ചിയൊക്കെ കിടപ്പുണ്ട്.
ഇവിടെ ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ മീനില്ല എന്നാണ് തോന്നുന്നത്. നമുക്ക് ഇനി അടുത്ത സ്പോട്ടിലോട്ട് പോവാം. നമ്മ എല്ലാ ഇതൊക്കെ കൊണ്ടാണ് വന്നത്. നമ്മൾ പിന്നെ നടക്കേണ്ട ഇവിടെ നിന്ന് നമ്മ ഇനി അപ്പുറത്തോട്ട് പോവാം. അപ്പുറത്തുനിന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയയിലോട്ട്. ഇപ്പം നമ്മൾ വേറെ സ്ഥലത്തോട്ടാണ് വന്നേക്കണത്. ഇവിടെ വെള്ളം ഇങ്ങനെയാണ് കേട്ടോ അവർ ഉപയോഗിക്കണത്. അവിടെ അറ്റത്തെ പൈപ്പിൽ നിന്ന് ഇങ്ങനെ ഓസ് വഴി ഈ നേരത്താണ്ട വീട്ടുകാരൊക്കെ ഇങ്ങനെ വെള്ളം എടുക്കണത്. ആ വീട്ടിൽ ഇപ്പം ആരുമില്ല, നേരത്തെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ. ഞാനിതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പക്ഷെ നല്ല ഒഴുക്കുണ്ട് പുഴയിൽ. വെള്ളത്തിൽ പുഴ ഇപ്പം നല്ല ഒഴുക്കുണ്ട്, പക്ഷെ മീനില്ല. ഇതൊരു തോടാണെന്ന് കണ്ടോ. ഈ വീട്ടിൽ ഞാനിപ്പോൾ കാണിച്ച നോസില്ല ആ വഴി, അതിൽ കൂടെയാണ് ഈ വീട്ടിൽ വെള്ളം എടുക്കണത്. അപ്പോൾ പക്ഷെ ഈ വീട്ടിൽ ഇപ്പം ആരും ഇല്ല. എങ്ങനെ ഇവിടെ താമസിക്കാനാണല്ലേ, കാടിൻ്റെ ഉള്ളിലൊരു വീട്. പണ്ട് ഇവിടെ കൃഷി ഉണ്ടായിരുന്നു. അപ്പോൾ നെല്ലൊക്കെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന കളമാണ് ഇത്. കളം എന്നാണ് ഇതിനെ പറയണത്. സുധി അവിടെ കുടുങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ചെയ്ത സ്ഥലം ഇതാണ് കേട്ടോ ഗൈസ്. നമുക്ക് അവിടെ ഒന്നും കിട്ടിയില്ല. ഇവിടെങ്കിൽ ഇപ്പോൾ വെള്ളം കെട്ടണതിൻ്റെ ചെളിയാണ് കേട്ടോ അത്. പായലെങ്കിൽ പായൽ. ഈ വടി വെച്ചേക്കണത് പായൽ തടയാൻ. പിന്നെ അവിടെയും ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതും പായൽ തടയാൻ. പക്ഷെ ഇതൊക്കെ കടന്ന് പായൽ ഇപ്പുറത്തെത്തി ഗൈസ്. പായല് പോയി. പായല് തടയാൻ വെച്ച സാധനം അവിടെ അത് ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. ബാക്കി പായലൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മ ഇവിടെ ഇടുന്നുണ്ട്. കൊത്തുണ്ടാന്ന് വെച്ചാൽ കൊത്തില്ല, വെറുതെ ചൂണ്ടിട്ട് സമയം കളയാം. അതിനു വേണ്ടി വന്നതാണ്. ഇത് വന്നിട്ട് ഗൈസ്, ഇത് വന്നിട്ട് അടുത്ത കൃഷിക്കുള്ളതാണ്, നെൽകൃഷിക്കുള്ളതാണ്. അപ്പോൾ കൊക്കും കാക്കയും ഒന്നും കയറാണ്ടിരിക്കാൻ വേണ്ടി അവർ വളച്ചിട്ടേക്കുന്ന സ്ഥലമാണ് ഇട്ടത്. അന്ന് ഇത്രയും വെള്ളം ഉണ്ടായി അല്ലേ? ഇല്ലേ? അപ്പം നമ്മൾ ഇപ്പം വേറെ സ്പോട്ടിൽ വന്നിട്ട് അവിടെ മീനെ കിട്ടിയില്ല ഗൈസ്. മീനൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഇപ്പം. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ശ്രുതിക്കൊക്കെ വയ്യാണ്ടായി, അവൾ ഇരിപ്പായി. ചേട്ടൻ എന്നാലും വിശ്വാസത്തിൽ ചൂണ്ടിടയാണ്, കിട്ടുന്നുള്ള വിശ്വാസത്തിൽ ചൂണ്ടിടയാണ്. പക്ഷെ മീനൊന്നും ഇല്ല. മീനൊക്കെ എടുത്ത്. അപ്പം നമുക്ക് വീട്ടിൽ പോകാന്നുള്ള ലാസ്റ്റ് ഡിസിഷനിലും മീനെ പോവാന്നുള്ള ലാസ്റ്റ് ഡിസിഷനിലോട്ട് തന്നെയാണ് നമ്മൾ. അല്ല, വീട്ടിൽ പോവാന്നുള്ള അപ്പോൾ വീട്ടിൽ പോവാന്നുള്ള തീരുമാനത്തിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഉച്ചയായിട്ട് മീനൊക്കെ കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിക്കണം. ഇട്ടിട്ട് തന്നെയാണ് നമ്മൾ വീട്ടിലോട്ട് പോണത്. പക്ഷേ ഇപ്പോൾ വേറെ ചൂണ്ടക്കാരൊക്കെ വരേണ്ട ഈ സമയത്ത്
വേറെ ചൂണ്ടക്കാർ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടിയില്ല. നമുക്ക് ഇന്നൊരു ബാഡ് ഡേ ആണെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് മീനൊന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോകണം. ഇന്നൊരു ബാഡ് ഡേ ആണ് ഗൈസ്. ഇന്ന് മീനൊന്നും ഇല്ല, കിട്ടിയിലും ഇല്ല, ഒന്നുമില്ല. അപ്പൊ നമ്മ മഞ്ഞ വഴിക്ക് നമ്മുടെ ചേട്ടന്റെ കൂട്ടുകാരൊക്കെ കണ്ടത്. അവിടെ ഉണ്ണിച്ചേട്ടൻ. ഇതാണ് അവന്റെ വീട്. പിന്നെ ഇതാണ് അവരുടെ മീറ്റിംഗ് സ്പോട്ട്. വൈബടിക്കണ മീറ്റിംഗ് സ്പോട്ടാണിത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഇന്നത്തെ വ്ളോഗ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ബൈ.